ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ആമസോണിൽ നിന്ന് ഒരു 4 ടയർ ഓർഗനൈസർ വാങ്ങി. കണ്ടപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റുമെന്ന് തോന്നി, അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതാ കവർ തുറന്നിട്ടുണ്ട്. ഇത് വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് കണ്ടത് കേട്ടോ. ഇത് ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള അവിടെ വെക്കാം, അല്ല എങ്കിൽ കിച്ചൻ്റെ സൈഡിൽ വെക്കാം എന്നുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഗ്യാസിൻ്റെ സൈഡിൽ വെക്കാനാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ഇത് സൈഡിലൂടെ നമുക്ക് ഇത് ജോയിൻ ചെയ്യാനുള്ള സാധനമാണ്. റാക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനുള്ളത്. വീലുണ്ട് ഇതിൻ്റെ കൂടാതെ ഇതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഈ അസംബ്ലി മാനുവൽ ഇല്ല എങ്കിലും നമുക്കത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. 49 ദിർഹംസാണ് ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ ആയത്. ഇതിൽ എല്ലാ ഐറ്റംസും ഞാൻ ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് മുമ്പ് ഇതാണ് വേറൊരു കവർ ഉണ്ടായിരുന്നു. അതിൽ 2 സ്ഥലത്തുള്ള വീലും മുകളിലുള്ള അടപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീലുമുണ്ട്, അടപ്പുമുണ്ട്. വീൽ ഏറ്റവും അവസാനം ഫിക്സ് ചെയ്താലും മതി. തുടക്കത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളകുന്നത് കൂടും. ഇത് ടോപ്പിലുള്ള നമ്മുടെ ക്ലോസ് ചെയ്യാനുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ സിമ്പിൾ ടോക്ക്. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം ഇതിന്, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഈവൻ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫിക്സ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ വീലൊന്ന് അടിയിലുള്ളത് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വീല് ഫിക്സ് ചെയ്താലും പ്രോബ്ലമൊന്നുമില്ല. ഞാൻ ഒന്ന് അവസാനത്തെ പീസിൽ ആദ്യം തന്നെ ഒന്ന് വെച്ചു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ ബാക്കിയുള്ളതിലും കൂടി നമുക്ക് ഇതേമാതിരി തന്നെ സൈഡിലുള്ള ജോയിൻ ചെയ്യാനുള്ളത് വെച്ച് നമുക്കിത് വേഗം ഫിക്സ് ചെയ്യാം കേട്ടോ. ഇത് മുകളിലായിട്ടുണ്ട്. ഏകദേശം എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ മുകളിലെ പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിൽ 3 ടയറും അവൈലബിൾ ആണ്. ഞാൻ 4 ടയർ തന്നെ വാങ്ങി, കാരണം അത്രയും സാധനങ്ങൾ കൊള്ളുമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മുകളിലുള്ള ആ അടപ്പും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാക്ക് റെഡി. ഇത് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെക്കാം, അല്ല എങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ബാത്റൂമുകളിൽ വെക്കാം. എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടമായത്. ഞാൻ ഇതെൻ്റെ കിച്ചണിലാട്ടോ ഉപയോഗിക്കുന്നത്. കിച്ചണിൽ ഗ്യാസിൻ്റെ അടുത്താണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് യൂസ് ചെയ്തു. ഇതേ സാധനം വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള റാക്കായിട്ട് ഉപയോഗിക്കാം. വളരെ ചെറിയ റാക്ക് എന്നാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളും, എന്നാൽ എടുക്കാൻ വളരെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അടിയിൽ നമ്മുടെ വീലുള്ളത് കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.